വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൗന. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോവാണ്. കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, എല്ലാം നടക്കുമെന്ന് അറിയില്ല. പോയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ്. സോ അപ്പോൾ നമുക്ക് അതിനു വേണ്ടി റെഡി ആവാം. നമ്മളാദ്യം സ്കിൻ കെയർ ചെയ്യുകയാണ് ഗൈസ്. സോ അപ്പോൾ നമുക്കിന്ന് 2 പ്ലാൻസാണുള്ളത്. നമുക്കറിയില്ല അതൊക്കെ നടക്കുമെന്ന്. ഒന്ന് എന്തായാലും നടക്കും. നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് ഫസ്റ്റ് പോണത്. ഹസ്ബൻഡിന് കുറച്ച് ദിവസമായി ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോണത് ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഞങ്ങളുടെ ഹസീസിയ ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് കുത്താൻ. അതെനിക്കിന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഹോസ്പിറ്റൽ കഴിഞ്ഞ് വന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം നമുക്കങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ പിറ്റേ എപ്പോഴെങ്കിലും വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു. സെക്കൻഡ് സ്റ്റഡ് കുത്താൻ എനിക്ക് പണ്ട് തൊട്ട് അങ്ങനെ ക്രേസ്, അങ്ങനെ കുത്തണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കുത്തിയാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് കുത്താതിരുന്നത്. എനിക്ക് മൂക്ക് കുത്തുന്നത് പണ്ട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് കുത്തി. പക്ഷേ സെക്കൻഡ് സ്റ്റഡിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്താണ് എനിക്ക് എന്നാൽ കുത്തിയാൽ കൊള്ളാമായിരിക്കും എന്നുള്ളൊരിത് തോന്നിയാണ്ട് ഓക്കെ എന്നാൽ ശരി കുത്താന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ പ്ലാൻ ഇട്ടത്. സോ ഗൈസ്, നമ്മൾ റെഡിയായി ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോട്ടാ ഈസ് ഡ്രൈവർ. പിന്നെ നമ്മൾ ആദ്യം പോയത് ഹസ്ബൻഡിനെ അറിയണ ഒരു ആളുടെ വീട്ടിലായിരുന്നു. അവിടെ നല്ല പട്ടിക്കുട്ടി, കണ്ടാൽ തന്നെ നല്ല സിംഹത്തിനെ പോലെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കൊരു പേടിയുണ്ട്, ഇത് അടുത്ത് വരുമോ. എനിക്കങ്ങനെ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗി. കുറേ നേരം ഞാൻ അതിനെ നോക്കിയിരുന്ന്. ആദ്യമൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെയാണ് ഇറങ്ങാൻ്റെ ഷോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് അവരുടെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ എറണാകുളം സിറ്റി പോലെയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് നല്ല 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 വീട്. ഞാനതുകൊണ്ട് അത് നോക്കിയിരുന്ന ഇതിൽ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ അസീസിയ ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ വരുമ്പോൾ എനിക്ക് വർക്ക് പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഇവിടെ നിർത്തിപ്പോയതിൽ എനിക്കൊരു റിഗ്രറ്റും ഫീൽ ആവുന്നില്ല. കാരണം എനിക്ക് സമാധാനമുണ്ട് ഇപ്പോൾ. സീരിയസ്ലി എനിക്കിവിടെ വർക്ക് ചെയ്തപ്പോൾ സാധനം ഉണ്ടായിരുന്നേ ഇല്ല. ഓരോ ടെൻഷനായിരുന്നു. എന്താണ് ഇങ്ങനെ വെറുതെ ഒരു ഭയങ്കര പ്രഷറായിരിക്കും. പിന്നെ പിറ്റേ ദിവസം പോകാനും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ അതില്ല. പക്ഷേ ഞാൻ പിന്നെ വേറെ സൈഡ് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ കൊളീഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളുകളെ കിട്ടി. പിന്നെ അത് മാത്രമല്ല, നമ്മളാണ് ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയ ടൈമിൽ ഫസ്റ്റ് വന്നതും യൂണിഫോമൊക്കെ ഇട്ടതും. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു മിസ്സിങ് എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോ ഫ്രണ്ട്സിനെയൊക്കെ പോയി കണ്ടു. അവരും തിരക്കൊക്കെയാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കണ്ട് കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. ഞാനും ഹാഫ് മതിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹാഫിലൊന്നും ഒതുങ്ങിയില്ല, അതുകൊണ്ട് ഫുള്ള് തന്നെ വാങ്ങിച്ചു. പിന്നെ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, വീഡിയോസിലൊക്കെ മിക്ക ഇതിലും ഉണ്ടാവാറുണ്ട്. ഈ ഒരു വെൻഡിങ് മെഷീൻ എപ്പോഴും നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് എല്ലാം വാങ്ങിച്ചത്. ഒന്ന് ഫ്രീ ടൈം കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഒന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ആ സമയം കിട്ടിയതുകൊണ്ട് നമ്മൾ കവിത ജ്വല്ലറിയിൽ പോയി. വടക്കഞ്ചേരിയിലാണ്. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ കുത്തണതുണ്ട്. പക്ഷെ ആ ടൈം എത്തിയപ്പോൾ എനിക്ക് നല്ല പേടി. ഒഴിക്കോ പെയിൻ ഉണ്ടാവും. പക്ഷെ ടക്കെന്ന് കുത്തണ ആ ടൈമിൽ മാത്രമേ എനിക്ക് അത്ര പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കവിത ജ്വല്ലറിയിലെ സ്റ്റാഫ്സൊക്കെ ആണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ബിഹേവിയേഴ്സാണ് അവരുടെ. അത് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെന്തോ സംഭവം പോലെയാണ് നമ്മളെ വെൽക്കം ചെയ്യണത്. എനിക്ക് എന്തൊരു ഇതുപോലെ ഓക്കോർഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിങ്ങനെ എല്ലാവരും ഇത്ര നല്ല ബിഹേവിയേഴ്സ് ആയിരുന്നു പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഫൈനലി കാതുകുത്തി. ഇപ്പോൾ ചിലവർക്കൊക്കെയാണ് കാതുകുത്താൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ സമ്മതിക്കില്ല, ഇവർ സമ്മതിക്കില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ നമ്മുടെ ചെറിയ ഇതിനൊന്നും അത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ വരില്ലല്ലോ. നമ്മുടെ ചെറിയ ഒരു ആഗ്രഹമാണെങ്കിലും നമുക്ക് ഈ ലൈഫിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം അതൊക്കെ ട്രൈ ചെയ്യുക. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുറേ ഫോണിൽ നോക്കിയിട്ട് ഭംഗിയുണ്ടോ അത് തന്നെ നോക്കിയിരുന്ന് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈവനിങ്ങിൽ ജിമ്മിൽ പോയി. ഞാൻ കുറച്ച് ദിവസമായി ജിമ്മിൽ പോയിട്ട് പിരിച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് പോയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനിന്ന് പോകുന്നത്. എന്താവും എന്നറിയില്ല, അതുകൊണ്ട് പോവാം. അവർ എന്തായാലും ട്രെയിനറൊക്കെ ചോദിക്കാം എത്ര ദിവസം എന്തായാലും ചീത്ത കേൾക്കാം.
അങ്ങനെ നമ്മൾ ജിമ്മിന് പോയി. അവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നാളായാലും ചെയ്തിട്ട്, അപ്പോൾ കാർഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തത്. എൻ്റെ പൊന്നു ഇത്ര ദിവസം ചെയ്യാണ്ട് ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മെഷീനിലൊന്നും അങ്ങനെ എടുത്തില്ല. കാർഡിയോ പോലെ നമ്മൾ സൈക്ലിങ് കാര്യങ്ങൾ, പിന്നെ സാധാ ഫസ്റ്റ് ചെയ്യണ എക്സസൈസ്, അങ്ങനത്തെ എക്സസൈസൊക്കെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ടൈമാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് മെഷീനിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് പോകണമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.